ഒട്ടേറെ ബന്ധങ്ങളിലാണ് നമ്മളെല്ലാം ഉള്ളത്. അതിൽ കുടുംബ ബന്ധമുണ്ട്, അയൽപ്പക്ക ബന്ധമുണ്ട്, സുഹൃത്തുക്കളുമായി ബന്ധമുണ്ട്, നമ്മുടെ ആദർശപരമായ ബന്ധങ്ങളുണ്ട്. ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യവും പരിഗണനയും നമ്മൾ നൽകുകയും വേണം. അതിൽ തന്നെ കുടുംബ ബന്ധം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം തന്നെയാണ്. ആ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ബന്ധം ആരുമായി, ഏറ്റവും ആഴത്തിലുള്ള ബന്ധം ഏതിനാണ്, ഏറ്റവും വലിയ കരാറ് എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഏറ്റവും ആഴത്തിലുള്ള ഒരു ബന്ധം. അത് കേവലം ഒരു വാചകമായി കൊണ്ടല്ല, മറിച്ച് ഒരാൾ ദാമ്പത്യത്തിലേക്ക്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ തുടങ്ങുന്ന ബന്ധം ഒരാളുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭാര്യയും ഭർത്താവും സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചവരാണെങ്കിൽ കാലാകാലം നീണ്ടു നിൽക്കുന്ന പരലോക ജീവിതത്തിലും സ്വർഗീയ ജീവിതത്തിലുമെല്ലാം ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ദാമ്പത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ഏറ്റവും നല്ല രൂപത്തിലാവണമെന്ന് അള്ളാഹു അനുശാസിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിനു വേണ്ടിയുള്ള പടിയെടുക്കലും ഉണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു ദൃഷ്ടാന്തമായി, ഒരു ആയത്തായി എണ്ണി പറഞ്ഞ ഒരു കാര്യം, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു, നിങ്ങൾ സമാധാനപൂർണമായി ഒത്തുചേരുന്നതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുമാത്രമല്ല വജഅല ബൈനകും മവദ്ദതും വറഹ്മ, നിങ്ങൾക്കിടയിൽ അങ്ങേയറ്റത്തെ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുക എന്നുള്ളതും അള്ളാഹു ഒരു ആയത്തായി, ഒരു ദൃഷ്ടാന്തമാക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുമ്പോൾ കുടുംബ ജീവിതത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ സമാധാനമാണ് ഉണ്ടാവേണ്ടത്. ഖേദകരമെന്ന് പറയട്ടെ, ഇത്രയും ആമുഖമായിട്ട് പറയുമ്പോൾ പോലും ഒരാളെ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ ആളുകൾ പറയുന്ന ചില വാക്കുകളുണ്ട്. അങ്ങനെ സ്വസ്ഥമായി ജീവിക്കണ്ട, കല്യാണം കഴിച്ച് നീയും കുറച്ച് അനുഭവിക്കുക. ഈ ഒരു പ്രയോഗം തമാശക്ക് വേണ്ടിയാണെങ്കിൽ പോലും പലരും പറയാറുണ്ട്. ഒരാൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഇല്ലാതാകുകയാണ്, നിനക്കിനി സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് എന്ന് പറയുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് സത്യത്തിൽ ഇസ്ലാം ഒരു വിവാഹത്തിലേക്ക് വിവാഹിതനാകണം എന്ന് പറയുന്നതിലൊക്കെ ഉള്ളത് എന്താ? ഒരു പ്രായമായി കഴിഞ്ഞാൽ പോയി കല്യാണം കഴിക്കുക എന്നുള്ളതല്ല. പ്രായമായല്ലോ, എല്ലാവരും കല്യാണം കഴിച്ചു, എൻ്റെ പ്രായമുള്ളവരെല്ലാവരും കഴിച്ചു, ഇനി ഞാനായിട്ട് ഒഴിവാകുന്നില്ല എങ്കിൽ ഞാനും കഴിക്കട്ടെ. അല്ലെങ്കിൽ ഒരുപാട് ആളുകളായി ചോദിക്കുന്നു, നിന്റെ വിവാഹമായില്ലേ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഇനി മുന്നിൽ നിൽക്കാൻ വയ്യ, അതുകൊണ്ട് വേഗം പോയി കല്യാണം കഴിക്കട്ടെ. സമൂഹത്തിൽ എല്ലാവരും കഴിക്കുന്നുണ്ട്, പിന്നെ ഞാനായിട്ട് മാറി നിൽക്കണ്ട. ഇതൊന്നുമല്ല വിവാഹം എന്ന് പറഞ്ഞത്. ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുമ്പോൾ അതിലൊരു ഇബാദത്തുണ്ട്. അത് ഒരു പുണ്യകരമായ കാര്യമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ഈമാൻ കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ചില വാചകങ്ങളിൽ തന്നെ കാണുവാൻ സാധിക്കും, വിവാഹിതനാകുന്നതിലൂടെ അവന്റെ ഈമാനിലുള്ള വർധനവ്, ഈമാനിന്റെ പൂർത്തീകരണം അതിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്. അല്ലയോ യുവാക്കളെ, യുവതികളെ, നിങ്ങൾക്ക് ഒരു ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ, ബാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവ്, ശാരീരികമായും അതുപോലെ തന്നെ അവളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവ്, ഈ തരത്തിലുള്ള ഒരു കഴിവെത്തിക്കഴിഞ്ഞാൽ ഫല്യതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറയും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനാക്രിയയാണ്. അതിനൊരാൾക്ക് കഴിയൂലെങ്കിൽ, അവന് ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവൻ നോമ്പെടുക്കണമെന്ന് പറഞ്ഞു. കാരണം വിവാഹിതരാകുന്നതിലൂടെ ലഭിക്കേണ്ട പലതും
അവന് ലഭിക്കാത്ത അവന്റെ അവസ്ഥ, അവന്റെ ശാരീരിക അവസ്ഥയാണെങ്കിൽ അവൻ നോമ്പെടുത്തുകൊണ്ടത് പരിഹരിക്കണം. ഇത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവാഹത്തിലുള്ള കരാറ് പോലും ഇസ്ലാം എത്ര ഗൗരവത്തിൽ എണ്ണിയിട്ടുള്ളത് നമുക്ക് അത്ഭുതത്തോടു കൂടി മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ മീസാഖൻ ഗലീള എന്ന പ്രയോഗം, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ശക്തമായ കരാറ്, ഏറ്റവും ശക്തമായ സുദൃഢമായ കരാർ. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലാണ് ഈ ഒരു വാചകം വന്നിട്ടുള്ളത്. മീസാഖൻ ഗലീള. അതിൽ 2 സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളത് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്ന് വാങ്ങുന്ന കരാർ, റബ്ബേ നീ എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പിക്കുന്ന കരാർ ഞാൻ പൂർത്തീകരിക്കാം, ഞാൻ ഒരിക്കലും അതിൽ ഒരു ഇളവും വരുത്തുകയില്ല, അതിൽ ഒരു പോരായ്മ എന്നിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് മീസാഖൻ ഗലീള എന്നതിലെ ഒരു വാചകമെങ്കിൽ. മറ്റൊന്ന് മീസാഖൻ ഗലീള എന്ന് പറഞ്ഞാൽ ഒരു വരൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ വലിയിൽ നിന്ന് വാങ്ങുന്ന ഒരു കരാർ. നമ്മുടെ നാട്ടിൽ പൊതുവെ ഭാര്യയും ഭർത്താവും നിൽക്കും, അതുപോലെ തന്നെ ഭാര്യന്റെ വലിയ ആരെങ്കിലും, ഒന്നുകിൽ വാപ്പയായിരിക്കാം, സഹോദരനായിരിക്കാം, കുടുംബക്കാരെങ്കിലും ആയിരിക്കാം. എന്നിട്ട് കൈ പിടിച്ചോ അല്ലാതെയോ പറയുന്ന ചില വാക്കുകളുണ്ട്. ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തന്നു, ഞാനിതാ സ്വീകരിച്ചു എന്ന് പറയുന്ന ആ ഒരു വാക്കിനാണ് മീസാഖൻ ഗലീള എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. അതിന്റെ അർത്ഥമാണ് ശക്തമായ കരാർ. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റെടുക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു കരാറിന്റെ ഗൗരവം ഇന്ന് ഒട്ടുമിക്ക ആളുകൾ മറന്നുപോയിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകൾ ഒരു പക്ഷേ ഇന്ന് വിവാഹത്തിനേക്കാൾ കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നത്. കല്യാണം കഴിച്ച് മകളെ പറഞ്ഞേക്കുമ്പോ തന്നെ വാപ്പാന്റെ വാക്കെന്താ? നിനക്ക് പറ്റൂലേ, തിരിച്ചു പോന്നോ, ഒരു പേടിയും പേടിക്കണ്ട. വിവാഹിതനായി തന്റെ ഭാര്യയെ കൊണ്ടുവരുമ്പോഴേക്ക് തന്നെ അവിടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ 10, 20, 30 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഭാര്യയെ മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാർ, ഭർത്താവിനെ മനസ്സിലാക്കാത്ത ഭാര്യമാരുള്ള ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, പണ്ടുള്ളതിനേക്കാൾ വിവാഹമോചനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1 വർഷം പോലും തികക്കാത്ത വിവാഹങ്ങൾ ഇല്ലേ നമ്മുടെ സമൂഹത്തിൽ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെ കാരണം എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒരു കാരണം തന്നെയാണ് ഈ മീസാഖൻ ഗലീള എന്ന് പറയുന്ന അള്ളാന്റെ പേരുച്ചരിച്ച് നടത്തേണ്ട ഒരു കരാറിനെ ഏതെങ്കിലും ഒരു കച്ചവടത്തിന്റെ ഭാഗം ആ ഒരു പരിഗണന പോലും കൊടുക്കാത്തൊരവസ്ഥ, ഒരു വാക്കു കൊടുക്കുന്ന ഒരു പരിഗണന പോലും കൊടുക്കാത്തൊരവസ്ഥ, അള്ളാന്റെ പേര് പറഞ്ഞ് നടന്നിരുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതം അല്ല, നമ്മുടെ ദാമ്പത്യ ജീവിതം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധം നന്നാവണമെങ്കിൽ നമ്മൾ ഇസ്ലാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സിലാക്കുക എന്നുള്ളത്. ഞാൻ ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരത്തിൽ അത്യാവശ്യം ദീനിയായിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ച ആ വ്യക്തിയുടെ സംസാരത്തിൽ പോലും ഭാര്യ എന്ന് പറഞ്ഞ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കണം. ഭാര്യയും ഭർത്താവും, നമ്മുടെ മലയാളക്കരയിലുള്ള ആ പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ. ഇസ്ലാമിലതല്ല. ഇസ്ലാമിൽ വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചിട്ടുണ്ട്. ഭാര്യക്ക് ഭാര്യന്റെ റോളുണ്ട്, ഭർത്താവിന് ഭർത്താവിന്റെ റോളുണ്ട്. ഭർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കാൻ, ഒരു അടിമയായി നിലകൊള്ളാൻ, അതല്ല ഭാര്യ. ആ ഭാര്യക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നത് ശരിയാണ്. ഭർത്താവിനുള്ളതുപോലെ തന്നെ ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട്, ഭാര്യക്കും ഉത്തരവാദിത്തമുണ്ട്. ഭാര്യക്ക് കടമകളുണ്ട്, ഭർത്താവിനും കടമകളുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതം നന്നാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പരം മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്
ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹും. ആ പ്രയോഗം നോക്ക്. അവർ നിങ്ങൾക്കൊരു വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാണ്. ആ ഒരു പ്രയോഗം അല്ല പറയാം. നിങ്ങളെ പരസ്പരം വസ്ത്രങ്ങളാണ്. എൻ്റെ ഈ വസ്ത്രം എൻ്റെ ശരീരത്തിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുന്നതാണ്. എനിക്ക് തണുപ്പിൽ നിന്ന് സുരക്ഷയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം നൽകുന്നതാണെങ്കിൽ അതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവ് സുരക്ഷയാവണം. ഭർത്താവിന് ഭാര്യ സുരക്ഷയാവണം. ഭർത്താവിന്റെ കുറവുകൾ ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നവരല്ല നല്ല ഭാര്യ. ഭാര്യയുടെ പോരായ്മകൾ എല്ലാ കുടുംബക്കാരോടും വിളിച്ചു പറയുന്നവരല്ല ഭർത്താവ്. പരസ്പരം പോരായ്മകൾ ഉണ്ടോ അത് മനസ്സിലാക്കി പരിഗണിക്കുകയാ വേണ്ടത്. പ്രത്യേകിച്ച് രണ്ടുപേരും രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ടാവുക. ചില വീടുകൾ, ഒരു പക്ഷേ ഭാര്യന്റെ വീട് എന്ന് പറഞ്ഞാൽ ആരും കൂടുതലായിട്ടൊന്നും ആളുകളോട് സംസാരിക്കാത്തതായിരിക്കാം. എന്നാൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് അവൾ വരുമ്പോ ഭർത്താവിന്റെ വീട്ടിൽ എല്ലാവരും വരുന്നു. കുടുംബക്കാർ വരുന്നു, അയൽവാസികൾ വരുന്നു, പരിചയക്കാർ വരുന്നു, കൂട്ടുകാർ വരുന്നു. സ്വാഭാവികമായിട്ടും അവളുടെ ക്യാരക്ടർ, അവൾ അത്ര കാലം ജീവിച്ചത് ആരുമായിട്ടും അങ്ങനെ കൂടുതൽ ഇടപെടാതെ അപ്പോഴേക്ക് ഭർത്താവിന്റെ വാക്കുകൾ വരുന്നു, കുടുംബക്കാരുടെ വാക്കുകൾ വരുന്നു, ആക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് ഉണ്ടാകുന്നത്. എങ്കിൽ അവിടെയാണ് പരിഗണിക്കേണ്ടത്. അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അവൾ പണ്ട് മുതലേ അങ്ങനെ ജീവിച്ചതാണ്. പെട്ടെന്ന് നമ്മളിലേക്ക് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് സാവകാശം കാണിക്കണം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് ചില ഗുണപാഠങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുള്ള ജൂത കുടുംബത്തിൽപ്പെട്ട ആളാണ് മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ. സഫിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ നമുക്കറിയാം, അവർ ഖൈബറിൽ വെച്ചുകൊണ്ടാണ് വിവാഹിതരാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ ബീവിനെ വിവാഹം കഴിച്ചു. എന്നിട്ട് സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വീട് കൂടുന്ന സമയം അവരുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങി നിന്നപ്പോഴാണ് അവരുടെ മുഖത്ത് വലിയ ഒരു പാട് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഫിയ എന്തു പറ്റി? എന്താണ് ഈ മുഖത്ത് ഈ പാട്? ഈ ഒരു അടയാളം എന്തിൻ്റെയാണ്? അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോ ആ സ്വപ്നം പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ എന്നെ അടിച്ചതാണ്. ഞാനവിടെ വീണുപോയി. ശക്തമായ അടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് സഫിയ ബീവി വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒട്ടകം കൊണ്ടുവരപ്പെട്ടു. സഫിയ ബീവിക്കുള്ള ഒട്ടകം കൊണ്ടുവരപ്പെട്ടു. നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, സഫിയ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ ഖസീറ, ചെറിയ ഒരാളായിരുന്നു, തീരെ ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. അവർക്ക് കൊണ്ടുവന്ന ഒട്ടകം കൊണ്ടുവരപ്പെട്ടു. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ അവർ നോക്കി നിൽക്കുക. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റണില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ റോള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ ബീവിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്നിട്ട് പറഞ്ഞു, സഫിയ, ഞാനിവിടെ ഇരിക്കാം. നിങ്ങൾ എൻ്റെ കാലിൽ ചവിട്ട, എൻ്റെ തുടയിൽ ചവിട്ടിയിട്ട് എൻ്റെ ഷോൾഡറിൽ കാല് വെക്കുക. ഞാൻ നിങ്ങളെ പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹിതനായി ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളായിട്ടുള്ളൂ. ഞാനൊരു ഭർത്താവാണ്, എങ്ങനെയാണെങ്കിലും ഞാൻ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഭർത്താവിന്റെ ആ ഒരു ഗൗരവക്കാരനായിട്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പരിഗണിക്കുകയാണ്, തൻ്റെ ഭാര്യന്റെ അവസ്ഥ പരിഗണിക്കുക. പ്രിയപ്പെട്ടവരെ, പറയാൻ പറ്റുമോ നമുക്ക്? ഇതിൽ ഭർത്താക്കന്മാരുണ്ടല്ലോ, ഭാര്യമാരുണ്ടല്ലോ. നമ്മുടെ ഈ സംസാരത്തിൽ ഒരു ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുക, ഭാര്യയെ പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുക, അവരുടെ അവസ്ഥ മനസ്സിലാക്കുക. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം നന്നാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്നേഹിക്കുക എന്നതും സ്നേഹം പ്രകടിപ്പിക്കുക എന്നതും. ആ കേവലം ഒരു വാചകമല്ല, സ്നേഹിക്കുക എന്ന് പറയലല്ല. എല്ലാവരും സ്നേഹിക്കുന്നുണ്ടാകും. എന്തിനാ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് അത് ഭാര്യക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് തന്നെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി?
എന്തുകൊണ്ട് മക്കൾ വാപ്പാക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് പറയുന്നു? അത് ചോദിക്കുമ്പോഴാണ് അവർക്ക് എന്നോട് സ്നേഹമില്ല എന്ന് അവർക്കൊക്കെ പറയാനുള്ളത്. എങ്കിൽ പ്രിയപ്പെട്ടവർ, ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അത് കേവലം ആ വിവാഹത്തിന്റെ തുടക്കത്തിൽ മാത്രം പറയേണ്ട ഒന്നല്ല. നമ്മുടെ ഭാര്യയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാൻ കഴിയണം, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു വീട്ടിലേക്ക് കയറുമ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയും, ബിസ്മില്ല പറയും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്യും. എന്നിട്ട് ഭാര്യയെ ചുംബിച്ച് ആ ഭാര്യയെ ചേർത്ത് നിർത്തും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും ഭാര്യയെ ചേർത്ത് നിർത്തിയിട്ടല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങാറില്ല, കയറാറില്ല. അതൊരു സ്നേഹത്തിന്റെ വാക്കാണ്, സ്നേഹത്തിന്റെ പരിഗണനകളാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുക അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും നല്ല ഒരു കാര്യത്തെക്കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു അവരോട് പെരുമാറിയിരുന്നതെന്നോ? കുൻതു അശ്റബു വഅന ഹായിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് കൊണ്ടുവരപ്പെടും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാൽ എൻ്റെ മുന്നിലേക്ക് നീക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വഅന ഹായിദ്, ഞാൻ ആ സമയത്ത് ആർത്തവകാരിയാണ്. ആർത്തവകാരിയായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാലിന്റെ പാത്രം എന്നിലേക്ക് നീട്ടും. എന്നിട്ട് പറയും, ആയിഷ നീ കുടിക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ കുടിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കും, ആയിഷ നീ എവിടെ വെച്ചാണ്, നിന്റെ ചുണ്ട് ഏത് ഭാഗത്ത് വെച്ചാണ് കുടിച്ചിട്ടുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുക, ഈ ഭാഗത്ത് വെച്ച്. അതേ ഭാഗത്ത് തന്റെ ചുണ്ട് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല ഇറച്ചിയും കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആദ്യം ഞാൻ കഴിക്കട്ടെ, ഞാനാണ് ഭർത്താവ് എന്നല്ല പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ആയിഷ ബീവിയിലേക്ക് നീട്ടും, ഭാര്യമാരിലേക്ക് നീട്ടും, നിങ്ങൾ കഴിക്കും. അവർ കടിച്ചതിന്റെ ബാക്കിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുക. ഇത്രയും പരിഗണന കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടം ഏതാണെന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ആർത്തവകാരിയായതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറക്കി വീടിന്റെ സമീപത്തുള്ള ഒരു ചാലയിൽ കിടത്തി അവിടെ ആ പെൺകുട്ടി തണുത്തു മരവിച്ച വാർത്തകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. ഒരു പക്ഷേ നമ്മൾ അത്രത്തോളം ഉണ്ടാവില്ല, എങ്കിലും ഭാര്യ അവൾ മെൻസസ്സുകാരിയാണെന്നറിഞ്ഞാൽ പിന്നെ മാറ്റിക്കിടത്തുന്ന ആളുകളുണ്ട്. നീ മറ്റേ റൂമിൽ പോയി കിടന്നു എന്ന് പറയുന്നവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു റൂമിലേക്ക് മാറ്റിയല്ല, കൂടെ ഇരുത്തി, കൂടെ കിടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ട പരിഗണനകൾ കൊടുക്കുകയാണ്. കാരണം ആ ഒരു സമയം അവളുടെ ഹോർമോണിൽ ചേഞ്ച് വരികയാണ്, അവൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുകയാണ്, ശക്തമായ വേദനകൾ വരുന്ന സമയമാണ്. അത് കൃത്യമായി അറിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിഗണിച്ചു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഒരു പക്ഷേ നമ്മുടെ ഭാര്യമാരൊക്കെ ആ ഒരു മാസത്തിലെ ഏതാനും ദിവസങ്ങൾ ശക്തമായ വേദന നമ്മളോട് പറയുമ്പോൾ ചിലരെങ്കിലും അതിനെ ഒരു തീരെ പരിഗണന കൊടുക്കാത്ത സംസാരങ്ങൾ നടത്തുന്ന ആൾക്കാർ. നിനക്ക് മാത്രമേ ഇതുള്ളൂ, ബാക്കിയുള്ളവർ ഇങ്ങനെ തന്നെയല്ലേ? ഒന്നൊരു പക്ഷേ ഒന്ന് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ ശക്തമായ വയറുവേദന കാരണത്താൽ അവൾ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് കാലുകൊണ്ട് ചവിട്ടി എഴുന്നേൽപ്പിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? പ്രിയപ്പെട്ടവർ, അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തനാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കണം, അവരുടെ അവസ്ഥ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുന്നു. ഇവിടെ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാകും, നമ്മൾ എങ്ങനെ നമ്മുടെ ഭാര്യയോട് പെരുമാറണം. ആ ഒരു ചോദ്യം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു, ഞാൻ എൻ്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നിനക്കൊരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കും, നിനക്കൊരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. ആ പെൺകുട്ടിയെ നീ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആ വിവാഹിതനായ നിന്റെ മരുമകൻ നിന്റെ മകളോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ നിന്റെ ഭാര്യയോട് പെരുമാറും. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ് വാക്കുകൾ. നമ്മൾ നമ്മുടെ പെൺകുട്ടിയെ അവൾക്ക് 18 വയസ്സ് വരെ 20 വയസ്സ് വരെ കണ്ണിലുണ്ണിയായിക്കൊണ്ട് വളർത്തി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് മറ്റൊരുത്തന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് കൈകൾ വിറച്ചുകൊണ്ടല്ലാതെ ഒരു വാപ്പയും ആ കൈകൾ കൊടുക്കൂല.
ഏതൊരു വാപ്പയും പിടുത്തം വിടുന്ന, കണ്ണ് കലങ്ങുന്ന രംഗം തൻ്റെ മകളങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്കിൽ, എന്നിട്ട് അതിനുശേഷം എൻ്റെ മകൾ എങ്ങനെയാണെന്ന് അന്വേഷിക്കുന്ന വാപ്പയാണല്ലോ നമ്മൾ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യയുടെ വിഷയത്തിൽ നമ്മുടെ ഭാര്യയുടെ വാപ്പ ഇതുപോലെ 18 കൊല്ലവും 20 കൊല്ലമൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. അവളെ നോക്കാൻ കഴിയൂലെങ്കിൽ തിരിച്ചതേപോലെ ഏൽപ്പിക്കാൻ കഴിയണം. അവളെ പ്രയാസപ്പെടുത്താനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, അവളെ ബുദ്ധിമുട്ടിക്കാനല്ല. എത്രത്തോളം എന്നാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവളുടെ വീട്ടിൽ എത്രത്തോളം സ്വസ്ഥതയിലായിരുന്നോ അവൾ, അതിലേറെ സ്വസ്ഥത നിനക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നീ വിവാഹം ചെയ്താൽ മതി. അവളുടെ വീട്ടിൽ എത്രത്തോളം സമാധാനത്തിലായിരുന്നോ അവൾ, അതിലേറെ സമാധാനം നിന്റെ വീട്ടിലൂടെ കൊടുക്കാൻ പറ്റണം. അല്ലാതെ അവളെ കൊണ്ടുവന്നിട്ട് കയറില്ലാതെ കെട്ടിയിടല്ല, ആ രൂപത്തിൽ അവളെ പ്രയാസപ്പെടുത്തുക എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ സഹോദരിമാരും ശ്രദ്ധിക്കണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പെണ്ണാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസാഉകും മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സ്വർഗ്ഗസ്ത്രീ എന്ന് നിങ്ങൾക്കറിയുമോ? പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സ്വർഗ്ഗസ്ത്രീ എന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ വദൂദ്, അൽ വദൂദ്, ധാരാളമായി കൊണ്ട് സ്നേഹിക്കുന്നവളാണ്, ധാരാളമായി കൊണ്ട് സ്നേഹിക്കുന്നവൾ. അൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്നവളാണ്. അൽ അഊദു അലാ സൗജിഹാ, ഭർത്താവിന്റെ കാര്യത്തിൽ അഊദായിട്ടുള്ളവർ. അതിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഭർത്താവിൻ്റെ കയ്യിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറയും, നിങ്ങൾ എന്നോട് മിണ്ടാതെ ഞാൻ ഉറങ്ങൂല. ഭർത്താവിൻ്റെ അടുക്കൽ അങ്ങോട്ട് ചെന്നിട്ട് ഒരു വിട്ടുവീഴ്ചയുടെ വാക്ക് പറയാ, ക്ഷമയുടെ വാക്ക് പറയാ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് സ്വർഗസ്ത്രീകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതം നന്നാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യയോടൊന്നിച്ചിരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത്. ഇന്നെല്ലാവരും തിരക്കിലാണ്, ഒന്നിനും സമയമില്ല. നമുക്കാകുള്ളതൊരു ഭാര്യ. എന്നാൽ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവരുടെ ഭാര്യമാർക്കാർക്കും പരാതി ഉണ്ടായിരുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹ് നമസ്കാരം കഴിഞ്ഞ് ളുഹാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങും. തൻ്റെ ഭാര്യമാരുടെ എല്ലാവരുടെ അടുത്തേക്കും ചെല്ലും, എല്ലാവരുടെ ഹുജറയിലേക്കും ചെല്ലും. എന്നിട്ട് അവരോടൊന്നിച്ചിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷമാണ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരിക. ഏത് വീട്ടിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് ആ വീട്ടിലേക്ക് തിരിച്ചു വരിക. അതുപോലെ തന്നെ അസ്ർ നമസ്കാരം കഴിഞ്ഞാലും ഇതിനിടയിൽ പ്രവാചകൻ അധ്വാനിക്കുന്നുണ്ട്, ഇതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഭാര്യയോടൊന്നിച്ച് സംസാരിക്കാനുള്ള സമയം ഇന്ന് പല ആളുകൾക്കും ഇല്ല, സമയമല്ല. എന്താ പാകം പറയാനുള്ളത്? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താപ്പം ഞാൻ പറയാന്ന്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് ചോദിക്കാനുണ്ട്. നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവളെ ഒന്ന് ഇരുത്തിക്കൊണ്ട് ചോദിക്കണം, ഞാൻ എന്ന ഭർത്താവിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എൻ്റെ അടുത്ത് വല്ല പോരായ്മകളുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ സമയത്ത് അവൾ ഒരു പക്ഷേ സ്നേഹത്തോടു കൂടി പറയും, ഒന്നുമില്ല, പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ. ഒരു കാര്യം, നിങ്ങളെല്ലാവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് എന്നോട് ദേഷ്യപ്പെടാറില്ലേ, അത് നിങ്ങൾ ഒഴിവാക്കണം. മക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ചൂടാവാറില്ലേ, അത് നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ കുടുംബക്കാരെ കാണുമ്പോൾ എന്നെ ആക്ഷേപിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയാറില്ലേ, അത് നിങ്ങളൊന്ന് മാറ്റണം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അവരുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നറിയോ? എത്രയോ കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ തകർന്നു പോകാനുള്ള കാരണം നമ്മുടെ ഇത്തരത്തിലുള്ള ചില പദങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയെ ആക്ഷേപിക്കാനല്ല പഠിപ്പിച്ചത്, ചേർത്ത് നിർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെ മുന്നിലും വെച്ചുകൊണ്ട് അവളെ കളിയാക്കുന്ന സംസാരങ്ങളുണ്ടല്ലോ, പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. ഭാര്യയോടൊന്നിച്ച് അവളെ പരിഗണിച്ചുകൊണ്ട് കൂടിയാലോചന നടത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആ വരവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 1000-ലധികം സഹാബിമാരുണ്ട്. ഭാര്യയായിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ കരാർ എഴുതി. ആ കരാറിലുള്ള ഒന്നാമത്തെ കാര്യം, മദീനയിൽ നിന്ന് മക്കയിലേക്ക് നബിയും സഹാബത്തും പുറപ്പെട്ടത് ഉംറ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആ കരാറിലെ ഒന്നാമത്തെ കരാറ്, നിങ്ങൾ ഇപ്പോ ഉംറ കർമ്മം ചെയ്യാതെ തിരിച്ചു പോകണം, അടുത്ത കൊല്ലം വന്നിട്ട് ചെയ്താൽ മതി. ഇതാണ് ഒന്നാമത്തെ കരാറ്. സഹാബിമാരിൽ പല ആളുകളും അംഗീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ മുണ്ടനം ചെയ്യും, തല മൊട്ടയടിക്കും, ഇതിൽ നിന്ന് തഹല്ലുലാക്കി നമുക്ക് തിരിച്ചു പോകാം. ആരും അനുസരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമത്തോടുകൂടി തൻ്റെ ടെന്റിലേക്ക് ചെല്ലുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന ഭർത്താവിൻ്റെ വിഷമം മനസ്സിലാക്കി ഉമ്മു സലമ എന്ന ഭാര്യ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കണം. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിങ്ങോട്ട് മൊട്ടടിച്ചു, എന്നിട്ട് ജനങ്ങളിലേക്കുണ്ട് ഇറങ്ങിക്കോളി, എങ്കിൽ നിങ്ങൾ ചെയ്തത് കണ്ട പിന്നെ ഓരെന്തായാലും ചെയ്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു രാഷ്ട്രീയത്തിന്റെ വലിയ ഒരു കാര്യം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറിന്റെ ഏറ്റവും വലിയ കാര്യം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെച്ചത് ഭാര്യയോടാണ്. ആ ഭാര്യ അതിന് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, കൂടിയാലോചനകൾ നിർവഹിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമുണ്ടനം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊട്ടയടിച്ചത് കണ്ടപ്പോൾ സ്വഹാബത്ത് പിന്നൊന്നും നോക്കി നിന്നില്ല, അവർ മൊട്ടയടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ള വലിയ ഒരു വിഷമം ഉമ്മു സലമ എന്ന ഭാര്യയുടെ ഒരൊറ്റ വാക്കിലൂടെ ഇല്ലാതായി. അവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മകൾക്ക് കല്യാണാലോചന വരികയാണ്, വീടിന്റെ കാര്യം ചർച്ച ചെയ്യാണ്, എവിടെ വീട് വെക്കണമെന്ന ചർച്ചയാണ്. എന്ത് വരുന്ന സമയത്തും ഭാര്യ വല്ലതും സംസാരിക്കാൻ വേണ്ടി വരുമ്പോഴേക്ക് തന്നെ ചില ഭർത്താക്കന്മാർ, ഇത് ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിക്കും, ഉള്ളിലേക്ക് പോ. നമ്മുടെ പെൺകുട്ടിയെ ആരാണ് പ്രസവിച്ചത്? നമ്മുടെ ഭാര്യ. ആ പെൺകുട്ടിക്ക് 2 അതിലധികമോ കൊല്ലം പാല് കൊടുത്തതാരാ? അത് നമ്മുടെ ഭാര്യ. അവളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതാരാ? അത് നമ്മുടെ ഭാര്യ. അവൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതാരാ? അത് നമ്മുടെ ഭാര്യ. അവളുടെ വസ്ത്രം ഉടുപ്പിച്ചതാരാ? അത് നമ്മുടെ ഭാര്യ. അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ള അർഹത ആർക്കാണോ ആ അർഹത മാറ്റിയിട്ടാ നമ്മൾ പറയണത് മിണ്ടാൻ പാടില്ല, ഞങ്ങൾ തീരുമാനിക്കും. ഇവിടെ അതെങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അവളുടെ ഭാര്യക്ക് പരിഗണനല്ലേ? അവളുമായിട്ട് ചർച്ച ചെയ്യേണ്ടതില്ലേ? വീടിന്റെ വിഷയം ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ താമസിക്കുന്നത് ഭാര്യയാണ്. ഒരു പക്ഷെ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി തിരിച്ചു വരിക. ആ വീടിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ അവൾക്ക് യോഗ്യതല്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ തരത്തിലുള്ള പരിഗണനകൾ അത് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഭാര്യയെ ഇരുത്തിക്കൊണ്ട് അവൾക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ കഴിയണം. അവളൊരു വാക്ക് പറയുമ്പോൾ അത് കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കണം. പല ഭാര്യമാരും ചിലപ്പോൾ വീട്ടിലിങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴേക്ക് പരാതിയുമായിട്ട് പറയും. ഒരു പക്ഷേ ഉമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം, പെങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇതാ വെക്കേഷൻ വരുന്നു, നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരും, അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും മിനിമം കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും നമ്മൾ കൊടുക്കണം. നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, എല്ലാം പരിഹരിച്ചു കൊടുക്കാനല്ല, മറിച്ച് അവളൊന്ന് പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധയോടുകൂടി ഒരു വാക്കും പറയാതെ ഒന്ന് കേട്ടിരിക്കുക. അതിനോളം അവൾക്ക് സന്തോഷമുള്ള മറ്റൊരു കാര്യമില്ല. എങ്കിൽ അതിനുപോലും പരിഗണന കൊടുക്കാത്ത, അതിനുപോലും ശ്രദ്ധ കൊടുക്കാത്ത ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പര സഹായികളാവുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഒരു ഭർത്താവായിരുന്നു, സഹായിയായ ഭർത്താവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജമാഅത്ത് പോലും മുടക്കിയിട്ടില്ല, ഒരു നിസ്കാരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഭാര്യമാര് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ഞങ്ങൾക്ക് മാവ് കുഴച്ച് തരും, റൊട്ടിയുണ്ടാക്കി തരും, വീട് വൃത്തിയാക്കും, കുട്ടികളെ കൂടെ ഇരിക്കും. എന്നിട്ടോ ബാങ്കിന്റെ സമയമായി കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുടുംബമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഭാര്യമാരുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മക്കളുണ്ട്. പക്ഷേ അവരെല്ലാ അർത്ഥത്തിലും ഭാര്യയെ സഹായിക്കുന്ന ഭർത്താവായിരുന്നു. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് വീടിന്റെ ഏത് കാര്യത്തിലാണ് നമ്മൾ ഇടപെടുന്നത്? ഒരു പക്ഷേ ചില രക്ഷിതാക്കളെങ്കിലും മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് വരെ അറിയാത്ത രക്ഷിതാക്കളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല കേട്ടോ. മക്കൾ ഏത് ക്ലാസ്സിലാണ്, മക്കളുടെ ചിലപ്പോൾ കുട്ടികളെ നേരത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയച്ച ഭാര്യനെ വിളിക്കും,
ഓന് ഏത് ക്ലാസ്സിലാണ്, ഏത് ഡിവിഷനാണ്, ഒന്നും അറിയൂല. ആരാ പഠിപ്പിക്കണത് അറിയൂല. ഒന്നും നോക്കാത്ത രക്ഷിതാവ്, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ആള്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പ്രിയപ്പെട്ടവരെ. ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് എന്ന ഉത്തരവാദിത്തം, വാപ്പ എന്ന ഉത്തരവാദിത്തം, സഹോദരൻ എന്ന ഉത്തരവാദിത്തം, മകൻ എന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിക്കൊണ്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ വലിയ വലിയ ഭാഗ്യമാണ് നമുക്കുള്ളത്. നമ്മുടെ നല്ലൊരു കുടുംബ ജീവിതത്തിലുള്ളത്. പക്ഷേ നമ്മുടെയൊക്കെ ചില ഇടപെടൽ കാരണത്താൽ ഒരു പക്ഷേ ആ കുടുംബ ജീവിതം പൂർണ്ണമായി നമുക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥയായിരിക്കും. അതിലേറ്റവും ഗൗരവപ്പെട്ട വിഷയം പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കുടുംബമുണ്ടായിരിക്കെ മോശമായ ചില ബന്ധങ്ങളിലേക്ക് പോകലാണ്. അത് വളരെ ഗൗരവപ്പെട്ട വിഷയം. ഒരു പക്ഷേ ഒരു ഭാര്യയും അംഗീകരിക്കാത്ത, ഒരു ഭർത്താവും അംഗീകരിക്കാത്ത ഒരു കാര്യം, അതൊരു പക്ഷേ നമ്മുടെ ഫോണിലുള്ള ചില കാഴ്ചകളായിരിക്കാം, ഒരു പക്ഷേ ഏതെങ്കിലും വീഡിയോസ് ആയിരിക്കാം. നമ്മൾ നിസാരവൽക്കരിക്കും അതിന്. എത്രയോ കുടുംബ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ പ്രശ്നം പറയുമ്പോൾ സഹോദരിമാരൊക്കെ കരഞ്ഞുകൊണ്ട്, ഭാര്യമാർ കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഫോൺ എടുത്തുകൊണ്ട് പോൺ സൈറ്റുകൾ കാണുന്നുണ്ട് എന്നത്. നമുക്ക് തോന്നും ചിലപ്പോൾ അത് നമ്മുടെ ഭാര്യ അറിയണില്ല, നമ്മുടെ മക്കൾ അറിയണില്ല. പക്ഷെ അവരൊക്കെ പലതും കണ്ടും അറിഞ്ഞും മിണ്ടാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള വല്ല തോന്നിവാസങ്ങളും ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുന്നതിന് മുമ്പ്, നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ മോശക്കാരാകുന്നതിന് മുമ്പ്, നമ്മുടെ മക്കളോടൊരു വാക്ക് പറയുമ്പോൾ വാപ്പ നിങ്ങളെങ്ങനെയാ, നിങ്ങളുടെ ഫോൺ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് തിരിച്ച് നമ്മളോട് പറയുന്ന ആ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പൂർണ്ണമായി നമ്മൾ മാറ്റുക. എല്ലാ അർത്ഥത്തിലും റബ്ബിനെ പേടിച്ചുകൊണ്ട്. അല്ല പറഞ്ഞതാണ്, എൻ്റെ ഭാര്യനെ നോക്കാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞതാ, ഭർത്താവ് പറഞ്ഞത് അനുസരിക്കാൻ എൻ്റെ റബ്ബനോട് പറഞ്ഞതാ, മക്കളെ നോക്കാൻ എൻ്റെ റബ്ബ് പറഞ്ഞതാ. ആ ഒരു നീയത്തോടു കൂടി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാധനേയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് മുആവിയത്തുൽ ഖുശൈരി എന്ന് പറയുന്ന സ്വഹാബി കടന്നു വന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ചോദിച്ചു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കണ്ടപ്പോൾ അദ്ദേഹം വിവാഹിതനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, തൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ എങ്ങനെയായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻ തുത്ഇമഹ ഇദാ തുഇംത. നീ ഭക്ഷിക്കുകയാണെങ്കിൽ അവളെ നീ ഭക്ഷിപ്പിക്കണം. ഒന്നാമത്തെ ഉപദേശം, നീ ഭക്ഷിക്കുകയാണോ അവളെ നീ ഭക്ഷിപ്പിക്കണം. നീ നല്ല നല്ല ഭക്ഷണം കഴിക്കുക, അവൾക്ക് വീട്ടിലുള്ള എന്തെങ്കിലും കഴിക്കുക. അതല്ല, ചില ഭർത്താക്കന്മാരുണ്ട്, അവരിങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങും, ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കും, നല്ല ഭക്ഷണം കഴിക്കും. ഭാര്യയെ വിളിച്ചിട്ട് പറയും, നീ എന്താ വെച്ചാൽ കഴിച്ചു. അതൊരു നല്ല സ്വഭാവമല്ല. അവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. എല്ലാ തവണയും എന്തു വാങ്ങുമ്പോഴും ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കണം എന്നല്ല, പക്ഷേ അവരെ കൂടി പരിഗണിക്കണം. നീ ധരിക്കുകയാണെങ്കിൽ അവളെ നീ ധരിപ്പിക്കണം. മാസാമാസം നമ്മളിങ്ങനെ ഡ്രസ്സ് എടുക്കുക, ഭാര്യക്കോ അത് പെരുന്നാളിൻ്റെ സമയത്ത് മാത്രം, കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കല്യാണം നടന്നാൽ അപ്പം മാത്രം അല്ല. നമ്മൾ ധരിക്കുകയാണോ അവളെ ധരിപ്പിക്കണം. എന്നിട്ട് മൂന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തദ്രിബിൽ വജ്ഹ്. നീ അവളുടെ മുഖത്തടിക്കാൻ പാടില്ല. ഭാര്യയുടെ മുഖത്തടിക്കുക എന്നുള്ളത്, ഭാര്യയെ തല്ലുക എന്നുള്ളത് തന്നെ വലിയ കുറ്റകരമാണ്. അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രം, ഒരു നിലക്കും മുന്നോട്ട് പോകൂല എങ്കിൽ അവളെ അടിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ ഒരു വാചകമുണ്ട്. അത് തന്നെ ആ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ കൈ കൊണ്ടടിക്കാൻ പാടില്ല, വടി കൊണ്ടടിക്കാൻ പാടില്ല, അറാക്കിന്റെ കൊള്ളി കൊണ്ട്
അത് തന്നെ അടയാളം വരാത്ത രൂപത്തിലുള്ള അടി, പാടുവരാത്ത രൂപത്തിലുള്ള അടി. അതെന്തിനാ? അവളെ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലത്. മറിച്ച് ഭർത്താവ് എന്നെ ഉപദേശിച്ചു, ഞാൻ നേരായിട്ടില്ല. എന്നെ മാറ്റിക്കിടത്തി, ഞാൻ നേരായിട്ടില്ല. എന്റെ കുടുംബക്കാരെ വിളിച്ച് സംസാരിച്ചു, എന്നിട്ടും മാറിയിട്ടില്ല. ഇതാ അവസാനത്തെ എന്റെ ഭർത്താവ് എന്നെ ത്വലാക്ക് ചെല്ലുന്നതിന്റെ അവസാനമായിട്ടുണ്ട്. അതിന്റെ അവസാന ഘട്ടമാണ്. അദ്ദേഹം ഇതാ എന്നെ അടിക്കും ചെയ്തിട്ടുണ്ട്. പാടുവരാത്ത രൂപത്തിലുള്ള അടി. ആ ഒരു ബോധ്യപ്പെടലിന് വേണ്ടിയിട്ടാണ് അടി, അതല്ലാതെ തല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല. വലാ തദ്രിബിൽ വജ്ഹ്, അവളുടെ മുഖത്തടിക്കരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, നിങ്ങളുടെ റൂമിലല്ലാതെ അവളെ നീ അകറ്റി നിർത്തരുത്. ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അറിയുന്നൊരവസ്ഥ, മക്കളറിയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ അത് ഭാര്യയും ഭർത്താവും മാത്രമുള്ള റൂമിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് മാത്രമായിരിക്കണം ആ സംസാരം. മക്കൾക്കിടയിൽ അറിയാൻ പാടില്ല വാപ്പയും ഉമ്മയും തമ്മിൽ പ്രശ്നത്തിലാണ്. അമ്മായിമ്മയും അമ്മോശനും അറിയാൻ പാടില്ല, അയൽവാസികൾ അറിയാൻ പാടില്ല. അതല്ലാത്ത രൂപത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി പോകുന്ന രൂപമാണ് ഉണ്ടാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കുടുംബജീവിതം നന്നാകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഭർത്താവിന്റെ ഉത്തരവാദിത്തമുണ്ട്, ഭാര്യന്റെ ഉത്തരവാദിത്തമുണ്ട്. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞ ഒരൊറ്റ വാചകം മതി എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യ മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹു വരികയാണ്. അദ്ദേഹം വന്ന് പ്രവാചകന്റെ മുന്നിൽ സുജൂദ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിലക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. വേറൊന്നും വിശദീകരിക്കേണ്ടതില്ല. ഒരു പെണ്ണിന് എത്രത്തോളം ഒരു ഭർത്താവിനോട് ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളത് ഇത് മനസ്സിലാക്കാൻ പറ്റും. ചില സഹോദരിമാരെങ്കിലും ഭർത്താവിന്റെ കുറ്റങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഭർത്താവിന്റെ കുറവുകൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കുക ചെയ്യാൻ പാടില്ല. പോരായ്മകൾ എല്ലാവർക്കും ഉണ്ടാകും, ഭാര്യയ്ക്കും ഉണ്ടാകും, ഭർത്താവിനുണ്ടാകും. ആ പോരായ്മകൾ ഉള്ളപ്പോൾ തന്നെ അവരെ പരിഗണിച്ചുകൊണ്ടും അവരെ അംഗീകരിച്ചുകൊണ്ടും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുമാണ് ഭാര്യയും ഭർത്താവും മുന്നോട്ട് പോകേണ്ടത്. എങ്കിലാണ് പ്രിയപ്പെട്ടവരെ കുടുംബ ജീവിതത്തിൽ ഒരു ഖൈറും ബറക്കത്തും, നേരത്തെ ഖുർആനിൽ സൂചിപ്പിച്ച ആ ഒരു മവദ്ദത്ത്, ആ ഒരു സ്നേഹവും ഒക്കെ ഉണ്ടാകുള്ളൂ. ആ ഒരർത്ഥത്തിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സമാധാനം നമ്മുടെ കുടുംബജീവിതത്തിൽ നൽകുമാറാവട്ടെ.